നമസ്കാരം. ലഹരിയിൽ സ്വന്തം അനുജനെയും കാമുകയെയും അമ്മൂമ്മയും ബന്ധുക്കളെയും അടക്കം 5 പേരെ കൊലപ്പെടുത്തിയ അഫാൻ. അമ്മ രക്ഷപ്പെട്ടത് തലനാരിഴക്കി. മറൈൻ ഡ്രൈവിൽ ഭർത്താവിനെ കത്തിമുനയിൽ നിർത്തി ഭാര്യയെ കയറി പിടിച്ച് ലഹരി ഉപയോഗിച്ച 2 പേർ. കോളേജ് ഹോസ്റ്റലിൽ നിന്നും പിടികൂടിയത് അളവ് തൂക്കമടക്കം 2 കിലോ കഞ്ചാവ്. 10 വയസ്സുകാരിക്ക് MDMA നൽകിയ 12 വയസ്സുകാരൻ സഹോദരൻ. MDMAയുമായി യുവ ഡോക്ടർ പിടിയിൽ. 10 വയസ്സുകാരൻ്റെ ശരീരത്തിൽ MDMA ഒളിപ്പിച്ച് വിറ്റ പിതാവ് അറസ്റ്റിൽ. 4 വയസ്സുകാരൻ കഴിച്ച മിഠായിയിലും ലഹരി. കൊച്ചിയിൽ മയക്കുമരുന്ന് ലഹരി പോലീസ് വാഹനം അടിച്ചു തകർത്ത് യുവതി. ജ്യൂസിൽ MDMA നൽകി പെൺകുട്ടികളെ ലഹരിക്കണിയിൽ വീഴ്ത്തുന്നു. ജർമ്മനിയിൽ നിന്ന് പാഴ്സലായി MDMA എത്തിച്ച യുവാവ് പിടിയിൽ. ലഹരിയിൽ ചേട്ടൻ അനുജന്റെ തലയ്ക്ക് വെട്ടി. MDMAയുമായി CPM ബ്രാഞ്ച് സെക്രട്ടറി പിടിയിൽ. തിരുവനന്തപുരത്ത് ലഹരിക്കടിമയായ 19കാരൻ അമ്മയെ ആക്രമിച്ചു. സ്കൂളിൽ സെൻഡ് ഓഫ് ആഘോഷമാക്കാൻ കഞ്ചാവ് വിതരണം ചെയ്ത യുവാവ് അറസ്റ്റിൽ. പോസ്റ്റ് ഓഫീസ് വഴി ഹൈബ്രിഡ് കഞ്ചാവ് കടത്ത് കേസിൽ കാക്കനാട് സ്വദേശി അറസ്റ്റിൽ. കണ്ണൂരിൽ ലഹരി മരുന്നുമായി യുവതി പിടിയിൽ. അറസ്റ്റിലായത് ബുള്ളറ്റ് ലേഡി. ഡ്രഗ്സ് നൽകാത്തതിന്റെ പേരിൽ ഫാർമസി ജീവനക്കാരിയെ ഭീഷണിപ്പെടുത്തി സ്കൂൾ കുട്ടികൾ. ഇത് കഴിഞ്ഞ ഒരു മാസമായി നമ്മുടെ കൊച്ചു കേരളത്തിൽ പിടിക്കപ്പെട്ട ലഹരി കേസുകളിൽ ചുരുക്കം ചില തലക്കെട്ടുകളാണ്. പിടിക്കപ്പെട്ടത് ഇത്രയൊക്കെയാണെങ്കിൽ ഇനി പിടിക്കാതെ പോയിട്ടുള്ളത് എത്രയധികമായിരിക്കും. ഈ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ ഇത് എൻ്റെ വീട്ടിലല്ലല്ലോ, എനിക്കല്ലല്ലോ എന്നോർത്ത് ആശ്വസിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും? ഞാൻ ഈ വായിച്ച തലക്കെട്ടുകളിൽ നാളെ നമ്മളോ നമ്മുടെ പ്രിയപ്പെട്ടവരോ പെടില്ല എന്ന് ആർക്ക് പറയാൻ സാധിക്കും? നമ്മുടെ ഈ കേരളത്തിൻ്റെ തെരുവിലൂടെ ഭയം കൂടാതെ എങ്ങനെ നമുക്ക് നടക്കാൻ സാധിക്കും? മറൈൻ ഡ്രൈവിലെ ദമ്പതികൾക്ക് സംഭവിച്ചത് ആർക്കും ഇനി സംഭവിക്കാവുന്നതല്ലേ? അഫാനെ പോലെ ലഹരിക്കടിമയായ മകനുണ്ടെങ്കിൽ ഏതൊരമ്മയ്ക്ക്, സഹോദരങ്ങൾക്ക്, ബന്ധുക്കൾക്ക്, സ്നേഹിക്കുന്നവർക്ക് പേടി കൂടാതെ കഴിയാൻ പറ്റും? എന്തുകൊണ്ട് പൊതുജനം ഇനിയും മിണ്ടാതെയിരിക്കുന്നു? ലഹരി വേട്ടയുടെ കണക്കുകൾ നിരത്തിയാൽ ഒരു മാസം കൊണ്ട് 2762 കേസുകളാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. 17,246 പേരെ പരിശോധിച്ചതിൽ 2854 പേരെ അറസ്റ്റ് ചെയ്തു. 1377 ലഹരി വിൽപ്പന കേന്ദ്രങ്ങൾ കണ്ടെത്തി. അതിൽ 235 എണ്ണം തിരുവനന്തപുരത്താണ്. ഞെട്ടണ്ട, ഞെട്ടാനുള്ള കണക്കുകൾ വരാനിരിക്കുന്നതുള്ളൂ. ഒരു മാസം കൊണ്ട് പിടിച്ചെടുത്തത് 153.56 കിലോഗ്രാം കഞ്ചാവാണ്. കഴിഞ്ഞ മാർച്ച് 10-ാം തീയതി മാത്രം 1.66 കിലോഗ്രാം MDMA ആണ് മലപ്പുറത്ത് നിന്നും കണ്ടെടുത്തത്. അപ്പോൾ MDMAയുടെ വ്യാപനം എത്രയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. MDMAയും കഞ്ചാവും മാത്രമല്ല, ബ്രൗൺ ഷുഗറും ഹെറോയിനും ഹാഷിഷ് ഓയിലും വിവിധ തരം മയക്കുമരുന്ന് ഗുളികകൾ ഇവയെല്ലാം ഈ കൂട്ടത്തിൽ കിട്ടാറുണ്ട്. കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ വിൽപ്പനയ്ക്കായി അതിർത്തി കടന്നു വരുന്ന ഈ ലഹരി വസ്തുക്കൾ വളരെ പെട്ടെന്നാണ് കേരളമൊട്ടാകെ വ്യാപിച്ചത്. നഗരങ്ങൾ വിട്ട് ഗ്രാമങ്ങളിൽ താവളം കണ്ടെത്തിയിരിക്കുന്ന ഈ വില്ലൻ കുട്ടികളിലും ഇപ്പോൾ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. ആരും കേൾക്കാൻ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള സംഭവങ്ങളാണ് ലഹരി വിളയാട്ടം വഴി കേൾക്കുന്നത്. 10 വയസ്സുകാരിക്ക് MDMA നൽകിയ 12 വയസ്സുകാരൻ സഹോദരനും ലഹരിയുടെ അന്ധതയിൽ സ്വന്തം സഹോദരിയെ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവവും ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വേദനിക്കുന്ന അനുഭവമാണ്. 2 മാസത്തിനുള്ളിൽ കേരളത്തിൽ കൊല്ലപ്പെട്ടത് 63 പേർ. അതിൽ 30 മരണങ്ങൾക്ക് പിന്നിൽ കൊലയാളി പോലെ മറഞ്ഞു നിന്നത് ലഹരിയും. ലഹരി ഉപയോഗം ട്രെൻഡായി മാറുമ്പോൾ നമ്മുടെ മക്കൾ ചെന്നെത്തുന്നത് മരണത്തിലേക്കാണെന്ന സത്യവും കേരളം മനസ്സിലാക്കിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം 2024 ലഹരി കേസ് 24,517 ഈ വർഷം അതിനേക്കാൾ ഏറുമെന്നത് തീർച്ച. ആരാണ് ഇതിനെല്ലാം ഉത്തരവാദി? പണ്ടൊക്കെ കോളേജ് കാലം മുതലായിരുന്നുവെങ്കിൽ ഇന്ന് സ്കൂൾ കുട്ടികൾ മുതൽ സമൂഹത്തിൻ്റെ ഉന്നത പദവിയിൽ ഇരിക്കുന്നവർ വരെ ലഹരിക്കടിമയാകുന്നു. കേരളത്തിൽ ഒരു എക്സൈസ് മന്ത്രിയും ഉദ്യോഗസ്ഥരും ഉണ്ടായിട്ടും കോടിക്കണക്കിന് പണം സർക്കാർ ഇവർക്കൊക്കെ വേണ്ടി ചെലവാക്കിയിട്ടും എന്താണ് സംഭവിക്കുന്നത്? ഇവരെല്ലാം കൃത്യമായി ഇവരുടെ ജോലി ചെയ്തിരുന്നെങ്കിൽ ഇതുപോലുള്ള ലഹരികൾ നമ്മുടെ ഈ തലമുറയെ നശിപ്പിക്കുമായിരുന്നു. അതോ ആത്മാർത്ഥമായി ജോലി ചെയ്യാൻ ഇവരെ രാഷ്ട്രീയ നേതാക്കൾ അനുവദിക്കാത്തതോ? രാഷ്ട്രീയ സമ്മർദ്ദമാണോ ലഹരിക്കെതിരെ നടപടിയെടുക്കാൻ ഈ ഉദ്യോഗസ്ഥരെ പിന്നോട്ട് വലിക്കുന്നത്? കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിൽ നടത്തിയ മിന്നൽ റെയ്ഡിൽ നിന്നും പിൻവാങ്ങാൻ പോലീസിന് ചില രാഷ്ട്രീയ നേതാക്കളുടെ വിളികൾ വന്നിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇതിനെ ശരിവെക്കുന്നതാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിക്കാനും വെട്ടാനും കൊല്ലാനും ചാവാനുമെല്ലാം
കുറെ കുട്ടിയണികളെ കിട്ടാൻ രാഷ്ട്രീയക്കാർക്ക് ഈ ലഹരി ക്യാമ്പസുകളിലും ഇപ്പോൾ സ്കൂളുകളിലും എത്തിച്ചാലേ സാധിക്കൂ എന്ന അവസ്ഥയാണെങ്കിൽ ഈ കേരളം ഇനി ഒരു യഥാർത്ഥ ഭ്രാന്താലയമാകാൻ പോകുന്നേയുള്ളൂ. നാം ഓരോരുത്തരും അതിൻ്റെ ഭവിഷ്യത്തും അനുഭവിക്കും. ഇച്ഛാശക്തിയോടെ ലഹരിക്കെതിരെ ഒരു സർക്കാർ മുന്നോട്ട് വന്നാൽ കേരളത്തിൽ ഒരു തരി ലഹരി പോലും ഒഴുകില്ല. പക്ഷേ അതിന് സർക്കാരിന് ഇച്ഛാശക്തി വേണം. ഇരട്ടച്ചങ്ക് എന്നത് പേരിൽ മാത്രം പോരാ, പ്രവൃത്തിയിലും വേണം. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ഇത്രയധികം ലഹരി കേസുകൾ വർദ്ധിച്ചെങ്കിൽ അതിന് കാരണം സർക്കാരിൻ്റെ കഴിവുകേട് എന്ന് തന്നെ പറയാം. ഇവിടെ വേണ്ടത് ആർജവത്തോടെ ലഹരിക്കെതിരെ പോരാടുന്ന ഒരു സർക്കാരും സർക്കാർ സംവിധാനങ്ങളുമാണ്. അതിൽ സർക്കാർ പരാജയപ്പെടുകയാണെങ്കിൽ പൊതുസമൂഹം ഉണരണം. നമ്മുടെ സമൂഹത്തിൻ്റെ കാവലാൾ നമ്മൾ തന്നെയാകണം. അത് കുടുംബത്തിൽ നിന്നും തുടങ്ങണം. ലഹരിയുടെ വഴികൾ അടയ്ക്കണം. സമ്പത്തും സൗകര്യവും കൂടിയപ്പോൾ നമ്മുടെ മക്കൾക്ക് നൽകിയ സമ്പത്തും സ്വാതന്ത്ര്യവും എല്ലാമാണ് ഇന്ന് പല യുവജനങ്ങളും ലഹരിക്കടിമയായതിൻ്റെ പിന്നിൽ. മാതാപിതാക്കൾ ജാഗരൂകരായിരിക്കണം. മുളയിലെ നുള്ളേണ്ട ചില കാര്യങ്ങൾ മുളയിലെ നുള്ളണം. ഇല്ലേൽ നഷ്ടം നമുക്ക് മാത്രം. കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്ന ഈ അവസ്ഥയിലെങ്കിലും ഓരോരുത്തരും മനസ്സുവെച്ചാൽ നല്ലത്. നന്ദി.